ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയും അതുപോലെ തന്നെ ചട്നിയുടെയും റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സവോള അരിഞ്ഞത്, അതുപോലെ തന്നെ 3-4 വറ്റൽമുളക്, ഒരു തക്കാളി, കുറച്ച് ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ സവോള നമുക്ക് അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ പൊട്ടുകടലയാണ് കേട്ടോ. അത് നമുക്ക് ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സവോളയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് കിട്ടിക്കോളും. ഒരു വെറൈറ്റി ടേസ്റ്റുള്ളൊരു ചട്നിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 ലീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ഇതേപോലത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ മല്ലിയില ഉണ്ടല്ലോ, അതെടുത്താലും മതിയായിരിക്കും. അപ്പോൾ ഒരു 2-3 സ്പൂണൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറിനാണ് നമുക്കിതിനൊരു പ്രത്യേക ടേസ്റ്റൊക്കെ നൽകുന്നത്. ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്നുകൂടി നല്ലപോലെ ഒന്ന് വഴറ്റി അത്യാവശ്യം നല്ല രീതിയിൽ കുക്കാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു കളറിലാണ് നമുക്കത് കിട്ടേണ്ടത് കേട്ടോ. ആ കടലേക്ക് ഈ ഒരു രീതിയിലാവണം, നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് കുറച്ച് തേങ്ങയാണ് കേട്ടോ. നമുക്ക് വളരെ കുറച്ച് മാത്രം തേങ്ങ ഇതിലേക്ക് എടുത്താൽ മതിയായിരിക്കും. ഒരു 2-3 സ്പൂണൊക്കെ തേങ്ങ മതിയായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ആദ്യം വെള്ളം ചേർക്കാതെയാണ് ഞാനൊന്ന് അരച്ചെടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുളകൊക്കെ ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനിയിപ്പോൾ സെയിം പാനിലേക്ക് തന്നെയാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള രീതിയിലുള്ള ഒരു ചട്നിയല്ല നമ്മൾ തയ്യാറാക്കുന്നത്. അത്യാവശ്യം തിക്കായിട്ടുള്ള രീതിയിലുള്ളൊരു ചട്നിയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി, നമുക്ക് നേരത്തെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്, എന്നിരുന്നാലും ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അത്യാവശ്യം തിളപ്പിക്കേണ്ട കാര്യമില്ല. ഇനി വേറൊരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം 2-3 വറ്റൽമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് മൂക്കുമ്പോൾ ഉള്ള ഒരു മണമൊക്കെ നമുക്കറിയാമല്ലോ. ആ ഒരു സമയം വരെയാണ് നമ്മളിത് മൂപ്പിച്ചെടുക്കേണ്ടത്. കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മുടെ ആ ഒരു ചട്നിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരല്പസമയം ഒന്ന് മൂടി വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് തന്നെ പുറത്തൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ഓക്കെ. അതുപോലെ തന്നെ നമ്മളത് തയ്യാറാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മുടെ ദോശ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് റവ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത റവ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതായിരിക്കും ഒന്നുകൂടി ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള തൈര് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. ഇനി ജാറ് കഴുകിയിട്ട് ഒരല്പം വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാലോ, നമ്മൾ സാധാരണ ദോശമാവൊക്കെ തയ്യാറാക്കുന്ന രീതിയിലുള്ള ആ ഒരു ദോശമാവ് തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. എന്നാലും നമുക്ക് ഇതിലേക്ക് അങ്ങനെ ഈസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ഉഴുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചേർക്കണില്ല. ഇതിനൊരു നല്ല ആ ഒരു ക്രിസ്പി, അതുപോലെ തന്നെ ആ ഒരു ഫ്ലഫി ആയിട്ടുള്ള അതൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു തൈരും ചോറൊക്കെ ചേർത്താൽ തന്നെ നമുക്ക് നന്നായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് സാധാരണ രീതിയിലുള്ള ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഉപ്പ് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ്
ഇരിക്കേണ്ടത്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് അല്ലെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്. എന്നിട്ട് നമുക്ക് സാധാരണ ദോശയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതൊരു ഗീ റോസ്റ്റിൻ്റെ രീതിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് വലിപ്പം എത്ര വലുപ്പത്തിൽ വേണോ ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ, മുകൾ വശം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യോ അതല്ലെങ്കിൽ ഏത് ഓയിലാണോ നമ്മൾ യൂസ് ചെയ്യണത് ആ ഒരു ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ഗീ റോസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്കിതിലേക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ കുറച്ചൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. അതല്ല ക്രിസ്പി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരല്പസമയം ഒന്ന് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കിത് പരത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് വീണ്ടും തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൂടി ഇത് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് കിട്ടുന്നതാണ്. ഇപ്പോൾ രാവിലെ പെട്ടെന്നൊരു ദോശയൊക്കെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസമൊക്കെ മാവരച്ച് വെക്കാനോ ഒക്കെ നമ്മൾ മറന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് തയ്യാറാക്കാം. ഈ ഒരു രീതിയിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചട്നിയും അതുപോലെ തന്നെ ഈ ഒരു ദോശ എന്ന് പറയുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചട്നി ഉണ്ടല്ലോ എല്ലാത്തിൻ്റെ കൂടെയും, നല്ല ഇഡ്ഡലിയുടെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ, നല്ല നല്ല കറികൾ, അതുപോലെ തന്നെ ഹെയർ ഡൈകൾ, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള റെമഡീസ്, കിച്ചൺ ടിപ്സുകൾ, അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനലിലേക്ക് ഒന്ന് കയറി നോക്കിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.